ഇന്ന് ഈ കരിക്ക് വെച്ച് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട് കേട്ടോ. ഈ കരിക്ക് വെട്ടിയപ്പോൾ എല്ലാവർക്കും ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി കാണും എന്ത് ചെയ്യാനോ എന്നുള്ളത്. വേറെ ഒന്നുമില്ല കേട്ടോ, ഒത്തിരി ആൾക്കാർ ചെയ്തേക്കുന്ന പരിപാടി തന്നെയാണ്. ഈ കരിക്കിൻ്റെ അകത്ത് നമുക്കൊന്ന് ചിക്കൻ റെഡിയാക്കി നോക്കാം. ഒത്തിരി ആൾക്കാർ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഏതായാലും ഇത് കഴിക്കാൻ പറ്റില്ല. ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റ് ടേസ്റ്റ് ഞാൻ പറയാം കേട്ടോ. നമുക്ക് ആദ്യം ഇതൊന്ന് റെഡിയാക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ കരിക്കൊക്കെ റെഡി കേട്ടോ. ഇനി ഇവനൊന്ന് വെട്ടി റെഡിയാക്കിയിട്ട് ഇതിൻ്റെ അകത്താണ് നമ്മൾ ചിക്കനും കാര്യങ്ങളും ഇടാൻ പോകണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് വെട്ടി റെഡിയാക്കാം കേട്ടോ. നമ്മളെ ഈ കരിക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കരിക്ക് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചിപ്പോൾ തന്നെ താമസിച്ചു പോയി കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കി ഈ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ റെഡിയാക്കി വെക്കണം. ഇല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് റെഡിയാക്കുമ്പം ചിക്കനിലൊന്നും പിടിക്കാതെ ആവും. അപ്പോൾ നമ്മൾ ഈ മസാലയെല്ലാം ചിക്കനിൽ പിടിപ്പിച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് പതിക്കണം അടുപ്പൊക്കെ റെഡിയാക്കി വരുമ്പോൾ ഇത് നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പം നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗരം മസാല എടുത്തിട്ടുണ്ട്, പെരുംജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി നമ്മളൊരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം. പിന്നെ ഒരു 2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ ഒരു 2-3 സവാള, ഇത്ര മതിയാവും. പിന്നെ കറി ലീവ്സ്, ആവശ്യത്തിന് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം നമ്മുടെ ഉപ്പ്. ഇത് നമ്മുടെ ആവശ്യത്തിന് ചിക്കൻ്റെ അളവും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ആവശ്യത്തിന് ചേർക്കാവുള്ളൂ. പിന്നെ നമ്മുടെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ കൂടെ. ഒന്ന് റിനിൽ, അതുപോലെ തന്നെ തിരിച്ച് നമ്മുടെ രജിത്തും ഉണ്ട് കേട്ടോ. അങ്ങനെ 2 പേരും എൻ്റെ 2 ഫ്രണ്ട്സാട്ടോ ഉള്ളത് ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കിത് നന്നായിട്ട് കുഴച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇത് നമ്മുടെ ഇടയ്ക്ക് ഞാൻ വീഡിയോസൊക്കെ ഇടാറില്ലേ, ഈ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യണം, അങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്ന അതേ പ്ലോട്ടാട്ടോ ഇത്. ആ പ്ലോട്ടിൽ വെച്ച് തന്നെ ആട്ടോ ഇതെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് ചെയ്യാറുള്ളത്. ഇനി ഇതിവിടെ ഇരുന്ന് സെറ്റാണ് സമയത്ത് നമുക്ക് ഇതിൻ്റെ അടുപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കനലൊക്കെ റെഡിയാക്കിയിട്ട് അതിനുശേഷം അത് നമുക്ക് കരിക്കിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് റെഡിയാക്കാം. ഓക്കെ, നമ്മുടെ തീയൊക്കെ നന്നായിട്ട് കത്തി നല്ല കനലായി വരും കേട്ടോ. പക്ഷേ നമ്മുടെ പരിപാടി മൊത്തം ഇപ്പം ഏകദേശം പകുതി കുളമാവുന്ന രീതിയിലാണ് നിൽക്കണം. കാരണം കരിക്കിൻ്റെ അകത്ത് ചിക്കൻ നിറച്ച് അടിപൊളിയായിട്ടൊന്ന് കഴിക്കാമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇറങ്ങിയതാണ്. ഇത് കണ്ടോ, മഴ നന്നായിട്ട് മഴ ശരിക്കും കനത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ തീയൊക്കെ കെട്ടുപോയിക്കൊണ്ടിരിക്കുക. നമ്മൾ കത്തിക്കും, വീണ്ടും കെട്ടുപോകും, നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. എന്തായാലും നമ്മൾ ഇന്ന് ഇതിൻ്റെ വീഡിയോ എടുക്കുമെന്ന് ഏതായാലും തീരുമാനിച്ചേക്കാം. അപ്പം ഇതിൽ നിന്ന് എന്തായാലും പിന്നോട്ടില്ല. അപ്പോൾ ഇനി ചെയ്യാനുള്ള ഒറ്റ മാർഗ്ഗമുള്ളൂ, ഈ സംഭവങ്ങളൊക്കെ ആയിട്ട് എടുത്തുകൊണ്ട് നമ്മുടെ പശു ഫാം, നമ്മുടെ ഡയറി ഫാമുള്ള പറമ്പിലോട്ട് പോകാമെന്നുള്ളൂ. അവിടെ ആകുമ്പോൾ ഷെഡും കാര്യങ്ങളും ഉണ്ട്. ആ ഷെഡ് ഇട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. എന്തായാലും ഇത് മഴ പെയ്തിൽ മൊത്തം പൊട്ടിത്തിരിക്കും കേട്ടോ. എന്തായാലും ഇത് എടുത്തുകൊണ്ട് ഇപ്പം തീ എടുത്തുകൊണ്ട് പോകാൻ പറ്റിയല്ല. ബാക്കി നമ്മുടെ ചിക്കനൊന്നും നമ്മൾ അതിൻ്റെ അകത്ത് തേങ്ങയുടെ അകത്ത് ഫില്ല് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇതെല്ലാം എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഡയറി ഫാമിൻ്റെ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ ഷെഡിൻ്റെ അകത്ത് ചെന്ന് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് പിന്നെ അവിടെ ഒന്നും കൂടെ നമുക്ക് തീ റെഡിയാക്കണമെന്നുള്ളൂ. അത് കുഴപ്പമില്ല. എന്തായാലും എത്ര താമസിച്ചാലും ഇന്ന് എന്തായാലും ഉണ്ടാക്കി ഇപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് വരുത്തി ഏതായാലും ഇന്ന് ഉണ്ടാക്കി ഇത് ടേസ്റ്റ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ ഫാമിലെത്തി കേട്ടോ.
രണ്ടാമത് വീണ്ടും തീയൊക്കെ കത്തിച്ച് കനലാക്കി എടുക്കണം. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് എന്ത് ചെയ്യാനാ, മഴയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നാമത് ഇതിൻ്റെ കൂടെ കറണ്ടും കൂടെ ഇല്ല കേട്ടോ. എന്തായാലും ഇത് ഉണ്ടാക്കാൻ തീരുമാനിച്ചില്ല, നമുക്ക് ഇതായാലും ഉണ്ടാക്കാം. കരിക്കിൻ്റെ അകത്തോട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ആ ചിക്കനൊക്കെ പതിക്കനെ ഫില്ല് ചെയ്ത് അങ്ങ് ഫില്ല് ചെയ്ത് വെക്കുക. അതിൻ്റെ കൂടെ 2-3 പ്ലാവലയും കൂടെ കരുതണം കേട്ടോ. ആ പ്ലാവല എന്നാന്ന് വെച്ചാൽ അത് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് കയറ്റി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഇതുപോലെ മൈദ തേച്ച് വെക്കാൻ വേണ്ടി. ആ മൈദ നന്നായിട്ട് ഗ്യാപ്പൊന്നും ഇല്ലാതെ നന്നായിട്ട് തേച്ച് വെക്കണം. എന്നാലാണ് ആവി ശരിക്കും കയറി നന്നായിട്ട് വേഗത്തുള്ളൂ കേട്ടോ. പിന്നെ ഇതുപോലെ പതിക്കനെ അങ്ങ് അടുക്കി വെക്കുക. ആ കനലിൻ്റെ മുകളിൽ ഇതുപോലെ അടുക്കി വെക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട കപ്പ, നമ്മൾ പഴമക്കാരൊക്കെ ചെയ്യലായിരുന്നു, കപ്പ ചുട്ട് തിന്നുക. നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചാൽ മതി, നല്ല ചൂടാണ്. കാരണം മുകളിൽ വെച്ചാൽ തന്നെ സെറ്റ് ആയിക്കോളും. കണ്ട അടിപൊളിയായിട്ട് വരുവാ കേട്ടോ. ഇനി ഇവനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾ വിചാരിക്കുമ്പോൾ 1 മണിക്കൂർ കൊണ്ടോ 1.5 മണിക്കൂർ കൊണ്ടോ ഒന്നും സെറ്റ് ആകത്തില്ല കേട്ടോ. ഞങ്ങൾ മൊത്തം 3 മണിക്കൂർ കഷ്ടപ്പെട്ടാട്ടോ ഈ ഒരു പരുവത്തിലാക്കിയത്. അപ്പം നന്നായിട്ട് വെന്ത് കാണുമായിരിക്കും. ഇപ്പം കണ്ടോ കരിക്കിൻ്റെ മുഴുപ്പ് തന്നെ കണ്ടോ, മൊത്തം ചുങ്ങിപ്പോയി. എന്തായാലും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഫ്രണ്ട്സിനൊക്കെ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ചെറിയൊരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല. കപ്പ ചുട്ടു ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. എന്തായാലും നമ്മുടെ പ്രോസസ്സ് ഇവിടെ തീർന്നു. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡി ഫാർമർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.